ഹലോ, ഞാൻ ഡോക്ടർ ശ്രുതി. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ദൂരെ ഉള്ളത് കാണാൻ പറ്റായിക, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈനസ് പവർ ഗ്ലാസസ് ഉണ്ടാവുക. അതിനാണ് മയോപ്പിയ എന്ന് പറയുന്നത്. മയോപ്പിയ എപ്പോഴൊക്കെയാണ് കൂടുന്നത്? കൂടുതലായിട്ട് എക്സസീവായിട്ട് നിയർ വർക്ക് ഉണ്ടെങ്കിൽ, ലൈക്ക് കുറേ നേരം മൊബൈൽ നോക്കുക, അല്ലെങ്കിൽ ടാബ്ലറ്റ് നോക്കുക, അടുത്തുള്ള ജോലികൾ വായിക്കുകയാണെങ്കിലും കുറേ നേരം വായിക്കുക, അതൊക്കെ മയോപ്പിയ കൂടാനുള്ള ഒരു കാരണമാണ്. എങ്ങനെയാണ് നമുക്ക് മയോപ്പിയ കുറയ്ക്കാൻ പറ്റുന്നത്? നമുക്ക് കുട്ടികളിലാണെങ്കിൽ നമുക്ക് ലോ ഡോസ് എട്രോപ്പിൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു പരിധിവരെ മയോപ്പിയ പ്രോഗ്രഷൻ അത് കൂടുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ അത് അല്ലാണ്ട് നെക്സ്റ്റാണ് മയോവിഷൻ ഗ്ലാസസ് എന്ന് പറയും. മയോപ്പിയ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഗ്ലാസസ്. ഇങ്ങനത്തെ ഗ്ലാസസും ഒരു പരിധിവരെ നമ്മളെ അത് വല്ലാണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഇനി മയോപ്പിയയിൽ എങ്ങനെയാണ് നമ്മളത് ചികിത്സിക്കുന്നത്? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് പവർ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യുക. കുട്ടികളിലാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ലെൻസ്, അവർ ഭയങ്കര കെയർഫുള്ളാണ്, കണ്ണിൽ അധികം പൊടി പോവാണ്ടോ ഉറങ്ങിപ്പോവാണ്ടും കോൺടാക്ട് ലെൻസ് വെച്ച് ഉറങ്ങിപ്പോവാണ്ടും നോക്കുകയാണെങ്കിൽ കോൺടാക്ട് ലെൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 19 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മളെ മയോപ്പിയ സ്റ്റേബിളായി, നമ്മളെ ഗ്ലാസ് അങ്ങനെ അങ്ങ് മാറ്റേണ്ടി വരുന്നില്ല, വല്ലാണ്ട് ചേഞ്ച് വരുന്നില്ല ഓരോ വിസിറ്റിലും, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സർജിക്കലി അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഫോട്ടോ റിഫ്രാക്റ്റീവ് കെരറ്റക്ടമി, അല്ലെങ്കിൽ ലാസിക്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വേറെ ആണെങ്കിൽ സ്മൈൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്. ഇതൊക്കെ കൃഷ്ണമണീനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. അതുകൂടാണ്ട് ICL എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് കണ്ണിനകത്ത് ലെൻസ് വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് മയോപ്പിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഇനി മയോപ്പിയ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മയോപ്പിയ എന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി കണ്ണ് വലുതായി വരികയാണ് ചെയ്യുന്നത്. അത് കണ്ണ് പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല ഈ വലുതാവുന്നത്. യൂഷ്വലി അത് പുറകിലോട്ടാണ് വലുതാവുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് റെറ്റിനയിൽ വളരെയധികം തിന്നായിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. ലൈക്ക് വളരെയധികം അതിൻ്റെ കട്ടി കുറയും. എന്നിട്ട് ലാറ്റിസ് ഡീജനറേഷൻ, അല്ലെങ്കിൽ അതിനകത്ത് ഹോൾ ഉണ്ടാവുക, കണ്ണിനകത്ത് റെറ്റിനയിനകത്ത് ഹോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുക. അത് കാരണം തന്നെ നമുക്ക് അതിനകത്ത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരാം. ഇതൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ. പിന്നെ വേറെ കണ്ണിനകത്ത് മയോപ്പിക് CNVM എന്ന് പറയും, കണ്ണിൻ്റെ നടുഭാഗത്ത് ബ്ലീഡിങ് വരിക, അതിനകത്തൊരു ചെറിയ ദശ പോലെ വന്നിട്ട് ബ്ലീഡിങ് വരിക. അതൊക്കെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. പിന്നെ വേറെയാണ് മാക്യുലർ ഡീജനറേഷൻ, വളരെയധികം സ്ട്രെച്ച് ഔട്ടായിട്ട് നമുക്ക് നടുഭാഗം വല്ലാണ്ട് കട്ടി കുറഞ്ഞു പോവുക. അത് കാരണം കൊണ്ടും നമുക്ക് കണ്ണിൻ്റെ കാഴ്ച വല്ലാണ്ട് കുറഞ്ഞു പോവാം. അപ്പം ഈ കട്ടി കുറഞ്ഞു പോകുന്നുണ്ടോ, ബ്രേക്ക് വരുന്നുണ്ടോ, റെറ്റിനൽ ഹോള് വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഇയർലി നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ഇയർലി കണ്ണ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി CNVM ആണെങ്കിൽ അതിനകത്തേക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ കല വലുതായി പോവാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം.